പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 8 നോയമ്പിന്റെ 3-ാം ദിവസമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നാം ആരംഭിച്ച ആ ഒരു തീർത്ഥാടനം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ ലക്ഷ്യമാക്കിയുള്ള ആ ഒരു യാത്ര 30-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയുമാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ അപൂർവമായ ഒരാത്മീയ അനുഭവമായി ഈ ദിനങ്ങൾ മാറണം. നമ്മുടെ ജീവിതം സമ്പൂർണമായി മാറ്റി എഴുതപ്പെടുന്ന, സമ്പൂർണമായി നവീകരിക്കപ്പെടുന്ന ഒരവസരമായി ഈ സന്ദർഭം മാറണം. അമ്മയിലേക്ക് നമുക്ക് ദൃഷ്ടിയൂന്നാം. നമ്മുടെ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഓർമ്മിക്കാം. ഈ അമ്മയുടെ മടിത്തട്ടിൽ നാം എത്തുന്നത് അനേകായിരങ്ങളോടൊപ്പമാവണം. അവരുടെ എണ്ണം വർദ്ധിക്കും തോറും നമ്മുടെ അമ്മയ്ക്ക് അത്രമാത്രം സന്തോഷമായി. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ദിവസം നമ്മുടെ വൈദിക സഹോദരങ്ങളെ നാം ഓർമ്മിക്കണം. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം നാം ധ്യാന വിഷയമാക്കുന്ന ദിവസമാണ്. ഈ ലോകത്തിന്റെ ഉപരിവിശുദ്ധീകരണത്തിനും സാത്താന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പൗരോഹിത്യ അഭിഷിക്തതയിൽ തകർക്കപ്പെടുന്നതിനും നമ്മുടെ പുരോഹിതന്മാർ ഉപരിവിശുദ്ധീകരിക്കപ്പെടണം. അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. ജപമാല രഹസ്യങ്ങൾ, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ. 1-ാമത്തെ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് യോർദാനിൽ യേശുക്രിസ്തുവിൽ ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ സ്വരം, സ്വർഗത്തിന്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരിലും നിറയാൻ, നമ്മുടെ വൈദിക സഹോദരങ്ങൾ നിറയാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. എബ്രായക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാവപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുവാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കപ്പെടുവാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജന്മപ്പെരുന്നാളിന് വേണ്ടി തീവ്രമായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പരമേൽപ്പിച്ച് സുരക്ഷിതത്വം കണ്ടെത്താനാണ് നമ്മെ തന്നെ പ്രത്യേകമായി നാം ഒരുക്കുന്നത്. അതിലൂടെ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലുള്ള പ്രവേശനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരുക്കത്തിന്റെ 30-ാം ദിവസം ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ ധ്യാന വിഷയം. യേശുക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയാൻ, യേശുക്രിസ്തുവിൽ
തിരുവെഴുത്തുകൾ പൂർത്തിയായി എന്ന് നാം ധ്യാനിച്ചു. യേശുക്രിസ്തു ഏകരക്ഷകനാണ് എന്ന് നാം കണ്ടു. യേശുക്രിസ്തുവിലേക്ക് ഉറ്റുനോക്കി നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി രക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ നാം ധ്യാന വിഷയമാക്കി. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിത്യപുരോഹിതനായ യേശുവിന്റെ ആ പൗരോഹിത്യം നാം ധ്യാന വിഷയമാക്കുകയാണ്. എബ്രായക്കാർക്ക് ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചു കേട്ടത്. നാം ഒരു കാര്യം മനസ്സിലാക്കുക, പഴയ നിയമത്തിൽ ദേവാലയവും പൗരോഹിത്യവും ദൈവത്തിന്റെ മഹാദാനമാണ്. ദേവാലയം ദൈവത്തിന്റെ ദാനമാണ്. പൗരോഹിത്യം ദൈവത്തിന്റെ വലിയ കൃപയാണ്. പുറപ്പാട് പുസ്തകം 29:44 മുതലുള്ള വചനങ്ങൾ: സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹരോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും. മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടുന്നതിനുള്ള മാർഗമായിട്ടാണ് ദേവാലയവും പൗരോഹിത്യവും അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധനായ ദൈവത്തോടാണ് പുരോഹിതൻ ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് പുരോഹിതൻ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടേണ്ടവനാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, ഏകപുത്രനായ ഈശോയ്ക്ക് പുരോഹിതനാകാൻ മനുഷ്യരിൽ നിന്ന് വേർതിരിക്കപ്പെടേണ്ടിയിരുന്നില്ല. അവരോട് താതാത്മ്യപ്പെടുകയാണ് ആവശ്യം. അതുകൊണ്ടാണ് മനുഷ്യരൂപമെടുത്ത് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഈ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് 3 പ്രത്യേകതകളാണ്. ഒന്നാമതായി, പുരോഹിതൻ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടതാണ്. ഈ ലേഖനത്തിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ചുള്ള മനോഹരമായ ധ്യാനമാണ് നമുക്ക് ലഭിക്കുന്നത്. പൗരോഹിത്യത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് ഇത്ര വിശദമായി ഇതിന്റെ ഉറവിടം മുതൽ ധ്യാനത്തിന് വിഷയമാകത്തക്കവണ്ണം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാമതായി നാം വായിച്ചു കേട്ടു, പുരോഹിതൻ മനുഷ്യരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവത്താൽ നിയമിതനാൻ. ആരും സ്വമേധയാ പുരോഹിതനാകുന്നില്ല, ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, അവൻ ജനത്തെ ദൈവത്തിനു മുമ്പിൽ പ്രതിനിധീകരിക്കേണ്ടവനാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പാലമായി തീരാനുള്ളവനാണ്. അതിനുവേണ്ടി യേശുക്രിസ്തു ദൈവമായവൻ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യരുമായി താതാത്മ്യപ്പെടേണ്ടിയിരുന്നു. എന്നാൽ മനുഷ്യരിലും തെരഞ്ഞെടുക്കപ്പെടുന്ന ആ പുരോഹിതൻ വേർതിരിക്കപ്പെട്ട്, ഒരു മനുഷ്യരോടൊപ്പമാണ് വേർതിരിക്കപ്പെട്ട് ഉപരിവിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നു. മൂന്നാമതായി, അവൻ പാവപരിഹാരാർത്ഥമുള്ള ബലികളും കാഴ്ചകളും അർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. ബലികൾ അർപ്പിക്കുവാൻ, കാഴ്ചകൾ അർപ്പിക്കുവാൻ. ലേവിയ ഗോത്രത്തിൽ ജനിച്ചവനല്ലെങ്കിലും ഈശോയ്ക്ക് പ്രധാന പുരോഹിതനാകുവാനുള്ള മറ്റെല്ലാ യോഗ്യതകളും. അതുകൊണ്ടാണ് ഇവിടെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായി. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാമത്തെ വചനം, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു മൽക്കീസദേക്ക് എന്ന വായി. അബ്രാഹാമിനെ സ്വീകരിക്കാൻ വേണ്ടി മൽക്കീസദേക്ക് വരുന്നതും അപ്പവും വീഞ്ഞും സമർപ്പിച്ച് അബ്രാഹാമിനെ സ്വീകരിക്കുന്നതും നാം കാണുന്നു. അവൻ സാലേം രാജാവാണ്. സാലേം പറഞ്ഞ സമാധാനത്തിന്റെ രാജാവ്, സാലേമിലെ രാജാവാണ്. അപ്പോൾ ഇവിടെ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? അഭിഷേകം ആവശ്യമുള്ള
3 പദവികളാണ്: രാജത്വമായാലും, പ്രവാചകത്വമായാലും, പൗരോഹിത്യമായാലും. ഇത് മൂന്നും ഒന്നിൽ, ഒരാളിൽ ഒന്നിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മൽക്കീസദേക്കിനെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രോട്ടോടൈപ്പായി വ്യാഖ്യാനിക്കും. ഇവിടുത്തെ പ്രത്യേകത നാം നോക്കേണ്ടത് പ്രിയപ്പെട്ട, അവിടുന്ന് രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൽക്കീസദേക്കിനെ പറ്റിയുള്ള ചരിത്രമില്ല, തുടക്കവും ഒടുക്കവുമില്ല. ലേവിയ ഗോത്രത്തിനാണ് പൗരോഹിത്യം അവകാശപ്പെട്ടത് എങ്കിൽ ലേവിയ ഗോത്രത്തിലല്ല യേശുക്രിസ്തു ജനിച്ചത്. ഇവിടെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഈ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തു പുരോഹിതനായി അംഗീകരിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ലേവി ഗോത്രത്തിന്റെ പാരമ്പര്യം പുരോഹിത പാരമ്പര്യമാണ്, എന്നാൽ മൽക്കീസദേക്കിന് പാരമ്പര്യമല്ല ഉള്ളത്. അതുപോലെ തന്നെ അപ്പവും വീഞ്ഞുമാണ് കാഴ്ചയർക്കുന്നത്. അവിടെ നിലനിന്നിരുന്ന ആ ബലിയർപ്പണത്തിൽ നിന്നും വ്യത്യസ്തമായി രാജാവും പുരോഹിതനും പ്രവാചകനുമാണ് മൽക്കീസദേക്ക്. ഈ പ്രത്യേകതകളെല്ലാം യേശുക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ പ്രധാന പുരോഹിതനാകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യേശു. ഈ 3 ഘടകങ്ങളും യേശുക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നും, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് എന്നുമുള്ള ആ തിരുലിഖിതം നാം പ്രത്യേകം ഓർമ്മിക്കണം. രണ്ടാമതായി, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനാവുക. യേശുക്രിസ്തുവിനേക്കാൾ പരിപൂർണനായ ഒരു മധ്യസ്ഥനെ നമുക്ക് കണ്ടെത്തുക സാധിക്കും. എല്ലാ മധ്യസ്ഥതയും യേശുക്രിസ്തുവിലൂടെയാണ് എത്തിച്ചേരുന്നത്, യേശുക്രിസ്തുവിലാണ്. പൗരോഹിത്യത്തിന്റെ ഈ രണ്ടാമത്തെ യോഗ്യതയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മൂന്നാമതായി, ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ സഹന മരണോത്ഥാനങ്ങളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ നിത്യരക്ഷയുടെ ഉറവിടം. ഇതുപോലെ പാപമോചനം നൽകാൻ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചത് കർത്താവാണ്. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചത് കർത്താവാണ്. അപ്പോൾ യേശുക്രിസ്തു പൗരോഹിത്യത്തിന്റെ പൂർണ്ണത സ്വീകരിച്ചു, ഏറ്റെടുത്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് അവതീർണനായി എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്, എല്ലാം നിറവേറ്റാൻ വേണ്ടിയാണ്. അവിടുന്ന് പ്രവചനങ്ങൾ പൂർത്തിയാക്കി, വചനം പൂർത്തിയാക്കി, നിയമം പൂർത്തിയാക്കി. വചനം മാംസം ധരിച്ചവനാണ്. ഇനിയും നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയാണ്. യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ടതും നിയമം വ്യാഖ്യാനിക്കപ്പെടേണ്ടതും നമ്മളുടെ ആത്മീയത വ്യാഖ്യാനിക്കപ്പെടേണ്ടതും. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, ബലി പൂർത്തീകരിക്കപ്പെട്ടു യേശുക്രിസ്തുവിൽ. സമ്പൂർണമായി. ബലി സമ്പൂർണമാകുന്നത് എപ്പോഴാണ്? ബലി വസ്തുവും പുരോഹിതനും ബലിയർപ്പകനും ഒരാൾ തന്നെ ആയിത്തീരുമ്പോൾ. നിലനിന്നിരുന്ന ബലിയർപ്പണങ്ങളെല്ലാം വെറും നിഴൽ മാത്രമായിരുന്നു, അപൂർണമായിരുന്നു. പുരോഹിതന് ബാഹ്യമായ ബലിവസ്തുക്കളാണ് അർപ്പിച്ചിരുന്നത്. ബലിയായി ആടുകളെയും പ്രാവുകളെയും ബലിയർപ്പിച്ചു, മറ്റുള്ളവരുടെ പാവപരിഹാരാർത്ഥം ബലിയർപ്പിച്ചത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു സ്വയം പാവപരിഹാരം ഏറ്റെടുത്ത് തന്നെ ബലിവസ്തുവാക്കി മാറ്റി. ബലിയുടെ പൂർത്തീകരണം അതാണ്. ആടുകളുടെ രക്തമൊഴുക്കിയിരുന്നിടത്ത് കുഞ്ഞാടായ യേശുക്രിസ്തു തന്റെ രക്തം തന്നെ ഒഴുക്കിക്കൊടുത്തു. തന്റെ ശരീരം ഭക്ഷിക്കാൻ മുറിച്ചു നൽകി. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം യേശുക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെട്ടത്. ബലി എത്രമാത്രം പൂർത്തീകരിക്കപ്പെടുന്നു?
സമ്പൂർണമാകുന്നു, അതനുസരിച്ചാണ് പൗരോഹിത്യവും സമ്പൂർണമായി തീരുന്നത് എന്ന്. യേശു ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ആ ഒരു ബലി തന്റെ ത്രിവിധ തലങ്ങളെയും സമ്പൂർണമായി സമർപ്പിക്കുന്ന ആ ബലിയാണ്. നമുക്കറിയാം, ഒരു ഭൗതിക തലമുണ്ട്, മനസ്സിന്റെ നമ്മുടെ ഒരു ആന്തരിക തലമുണ്ട്, ശരീരത്തിന്റെ ഒരു മണ്ഡലമുണ്ട്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു ഒന്നുമില്ലാത്തവനായി ജനിച്ചു, ദൈവപുത്രൻ. എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം പിറക്കാൻ ഇടമില്ലാതെ, സംസ്കരിക്കപ്പെടാൻ പോലും സ്വന്തം ഇടമില്ലാതെ ജനിച്ച് മരിച്ച് കടന്നുപോയവനാണ്. തന്റെ ജീവിതം മുഴുവനും ഒരു അനാഥത്വത്തിന്റെ ആ ഒരു ശൈലിയിലാണ്. താൻ തെരഞ്ഞെടുത്തത്, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് പാപപ്പെട്ട മുക്കുവന്മാരാണ്. സമ്പന്നരുടെ കൂട്ടായ്മകളിൽ യേശുവിനെ നാം കണ്ടെത്തുന്നില്ല. ഞങ്ങൾ സൂചിപ്പിക്കുന്നത് തന്റെ ഭൗതിക തലത്തിലുള്ള സമ്പൂർണമായ സമർപ്പണം. നമ്മുടെ ആന്തരികമായ ഒരു തലമോ, ആന്തരികമായ തലം നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമ്മെ സ്നേഹിക്കാൻ ആള് വേണം, നമ്മളെ കരുതാൻ ആള് വേണം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മെ സഹായിക്കാൻ ആള് വേണം, നമ്മുടെ പക്ഷം പറയാൻ ആൾ വേണം, നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ടാവണം, നമ്മെ എപ്പോഴും ആഗ്രഹിക്കും. എന്നാൽ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം ഒപ്പം ശിഷ്യന്മാരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച 3 ശിഷ്യന്മാരെങ്കിലും ഒന്നിച്ച് ആ ഗത്സമനയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആ മുഹൂർത്തത്തിൽ പോലും അവരുടെ സജീവമായ സാന്നിധ്യം അനുഭവിക്കാനിടയായി. ഇടയൻ അടിയേറ്റു, ആടുകൾ ചിതറിയോടി, ഒറ്റപ്പെട്ടവനായി തീർന്നു. അവസാനം അതാണ്, പിതാവേ അങ്ങും എന്നെ കൈവിട്ടോ എന്ന് തോന്നിക്കുന്ന ഒരു ശൂന്യതയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു. അംഗീകാരത്തിനും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ആളുകളില്ലാതെ, ഏറ്റവും വലിയ കരുതലും സ്നേഹവും ആവശ്യമായിരിക്കുന്ന സന്ദർഭങ്ങൾ പോലും ആരോരുമില്ലാത്ത ഒരവസ്ഥയിൽ സ്വന്തം തല എവിടേക്കാണ് ചായിച്ചത്? ശൂന്യതയിലേക്കല്ല, ആരുടെയും കരങ്ങളിലല്ല, സ്വന്തം തോളിലല്ല, മറിച്ച് പിതാവിന്റെ തൃക്കരങ്ങളിൽ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്ന ആ ഒരു സമ്പൂർണമായ സമർപ്പണം. മൂന്നാമതായി ശാരീരികമായ തലം. ഇതുപോലെ തകർക്കപ്പെട്ട ഒരു ശരീരം നാം കണ്ടിട്ടുണ്ടോ? ഇതുപോലെ മുറിവേറ്റ ഒരു ശരീരം നാം കണ്ടിട്ടുണ്ടോ? ഇതുപോലെ നിന്ദിക്കപ്പെട്ട ഒരു ശരീരം നാം കണ്ടിട്ടുണ്ടോ? ഇതുപോലെ തകർക്കപ്പെട്ട, ശൂന്യവൽക്കരിക്കപ്പെട്ട ഒരു ശരീരം, തന്റെ ശരീരം മുഴുവനും ഒരൊറ്റ മുറിവായി മാറി. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. യേശു സമ്പൂർണമായി ബലിവസ്തുവായി തീർന്നു, സമ്പൂർണമായി ബലിവസ്തുവായി തീർന്നു എന്ന്. ഈ സമർപ്പണത്തിന്റെ സമ്പൂർണതയാണ് യേശു ക്രിസ്തു എന്ന ആ പൗരോഹിത്യത്തിന്റെ സമ്പൂർണ്ണത. ഇതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 2:9 നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. നാം തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത വംശമാണ്. നാം മാമോദീസായിലൂടെ പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. മാമോദീസായിലൂടെ പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കണം. ശുശ്രൂഷ പൗരോഹിത്യം മാത്രമല്ല, മറിച്ച് ആത്മായ പൗരോഹിത്യത്തിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ ബലിയർപ്പിക്കാൻ, നമ്മുടെ കർമ്മവേദികളിൽ ബലിയർപ്പിക്കാൻ, സാക്ഷ്യം നൽകാൻ, വചനം ജീവിക്കാൻ, നമ്മുടെ ജീവിതത്തെ മുറിച്ചു നൽകാൻ, ശുശ്രൂഷയുടെ ദൈവരാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം നമ്മളുടെ പൗരോഹിത്യ ധർമ്മത്തെ നാം ജ്വലിപ്പിച്ചെടുക്കണം. ക്രിസ്തുവാകുന്ന പുരോഹിതനിലേക്ക് നോക്കിക്കൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പൗരോഹിത്യ ധർമ്മം ഏറ്റെടുക്കണമെന്ന് സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, പുരോഹിത വ്യക്തിത്വം, യേശുക്രിസ്തുവിന്റെ പുരോഹിത വ്യക്തിത്വം, പൗരോഹിത്യ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പരിശുദ്ധ അമ്മ വഹിച്ച പങ്ക്
ഈ പുരോഹിതനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പരിശുദ്ധ അമ്മ വഹിച്ച പങ്ക് എന്റെയും നിങ്ങളുടെയും പൗരോഹിത്യ ജീവിതത്തിൽ, അത് ശുശ്രൂഷ പൗരോഹിത്യമായാലും അത് ആത്മായ പൗരോഹിത്യമായാലും, ആ പൗരോഹിത്യത്തെ പോഷിപ്പിക്കുവാൻ അമ്മയുടെ മടിത്തട്ട് സഹായം. അതോടൊപ്പം നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ പുരോഹിതരും സന്യസ്തരും ഉപരി വിശുദ്ധീകരിക്കപ്പെടണം. രണ്ടാമത്തെ ഒരു പെന്തിക്കൊസ്ത, പൗരോഹിത്യ പെന്തിക്കൊസ്ത ഉണ്ടാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നാം ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വിശുദ്ധീകരണത്തിനും, ഈ നാടിന്റെ വിശുദ്ധീകരണത്തിനും, ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനും നമ്മുടെ പുരോഹിതര് അഭിഷിക്തതയിൽ നിലനിൽക്കുക, അവർ ജ്വലിച്ചു നിൽക്കുക എന്നുള്ളത്, സാത്താന്റെ കോട്ടകളെ തകർക്കാനുള്ള അവരുടെ എല്ലാ ശക്തിയും അവർ ഉപയോഗിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. പ്രതികൂലമായി സാഹചര്യങ്ങളിൽ മുറിവേൽക്കപ്പെടുന്ന, പൗരോഹിത്യം നിന്ദിക്കപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം നമ്മുടെ എല്ലാ അച്ഛന്മാരെയും പുതിയൊരു പെന്തിക്കൊസ്തായ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ അഭിഷേകം ജ്വലിക്കുന്നതിലൂടെ സഭ ഇന്ന് ജ്വലിക്കാനിടയായി, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം ഇന്ന് ജ്വലിക്കാനിടയായി. പരിശുദ്ധ അമ്മ ഏറ്റവും അധികം ആഹ്ലാദിക്കാൻ ഇടയായി തീരുകയും ചെയ്യും. കാരുണ്യവാനായ ദൈവം നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ. ഈ യാത്ര ഏറ്റവും അധികം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കാരുണ്യപൂർവ്വം അങ്ങ് എന്നെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്ത അഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എന്നിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ്. നാഥ, അങ്ങയുടെ തിരുമുൻപിൽ അമ്മയത്രേ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവകമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാശം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ, ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നുവെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോടു കൂടെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നുവെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ
മറിയത്തിന് ഉള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കു നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ചു വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരയണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമീൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 157, 158. ഈശോയുടെ ആദ്യ വരവ് മറിയത്തിലൂടെയാണ്. രണ്ടാമത്തെ വരവും അങ്ങനെയായിരിക്കും. ഈശോയോട് അടുക്കുവാനും ഒന്നിക്കുവാനും ഉത്തമമായ മാർഗമാണ് ഈ ഭക്തി. സൃഷ്ടികളിൽ ഏറ്റവും പരിപൂർണയും ഏറ്റവും വിശുദ്ധയുമായ മറിയത്തിലൂടെയാണ് ഈശോ മിശിഹ നമ്മുടെ പക്കൽ വന്നത്. ഈശോ നമ്മിലേക്ക് കടന്നു വരാൻ തൻ്റെ വിശിഷ്ടവും മഹത്വപൂർണവുമായ യാത്രയ്ക്ക് മറ്റൊരു വഴി സ്വീകരിച്ചില്ല. അഗ്രാഹ്യനും അപ്രാപ്യനും സ്വയംഭൂവുമായ അത്യുന്നതൻ ഒന്നുമല്ലാത്ത നിസ്സാര കീടങ്ങളായ നമ്മുടെ പക്കൽ വരുവാൻ തിരുമനസ്സായി. ഇതെങ്ങനെ സംഭവിച്ചു? എളിമയുടെ മണിമകുടമായ മറിയം വഴി അത്യുന്നതൻ അതിശ്രേഷ്ഠമാംവിധം തൻ്റെ ദൈവത്വത്തിനു വിശുദ്ധിക്കും യാതൊരു കോട്ടവും വരുത്താതെ നമ്മുടെ പക്കലേക്ക് വന്നു. അതുകൊണ്ട് മറിയം വഴി തന്നെയാണ് എളിയവരായ നാമും ഉത്തമമാംവിധം നിർഭയരായി അത്യുന്നതനെ സമീപിക്കേണ്ടതും. അഗ്രാഹ്യനായ ദൈവം തന്നെ അറിയുവാനും പരിപൂർണമായി തന്നെ ഉൾക്കൊള്ളുവാനും മറിയത്തെ അനുവദിച്ചു. അത് അവിടുത്തെ അനന്തതയ്ക്ക് ഒരു കുറവും വരുത്തിയില്ലതാനും. അതുപോലെ നാം സ്വയം ഒന്നും സൂക്ഷിക്കാതെ നമ്മെ പരിപൂർണമായി ഉൾക്കൊള്ളുവാനും നയിക്കുവാനും മറിയത്തെ അനുവദിക്കണം. അപ്രാപ്യനായ ദൈവം തൻ്റെ ഔന്നത്യം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ മറിയം വഴി നമ്മെ സമീപിച്ചു. ഗാഢവും പൂർണ്ണവും വ്യക്തിപരവുമായി അവിടുന്ന് സ്വയം മനുഷ്യത്വത്തോട് ഒട്ടിച്ചേർന്നു. ആകയാൽ തിരസ്കൃതനാകുമെന്ന് ഭയപ്പെടാതെ മറിയം വഴി ദൈവത്തെ സമീപിച്ച് ഗാഢവും പൂർണ്ണവുമായി നമ്മെ അവിടത്തോട് യോജിപ്പിക്കണം. ആകുന്നവനായ അവിടുന്ന്, അതേ നിത്യനായ അവിടുന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുവന്ന് അതിനെ ആകുന്നവനെ കൊണ്ട് നിറച്ചു. അവിടുന്ന് സ്വയം പരിപൂർണമായി കുമാരിയായ മറിയത്തിന് നൽകിക്കൊണ്ടും വിധേയനായിക്കൊണ്ടുമാണ് ഇത് നിർവഹിച്ചത്. അങ്ങനെ നിത്യനായ അവിടുന്ന് സമയത്തിന് വിധേയമാകുവാൻ മടിച്ചില്ല. അതുപോലെ ഒന്നുമല്ലാത്ത നമുക്ക് ഭയലേശമെന്നേ യാതൊന്നും നമുക്കായി സൂക്ഷിക്കാതെ നമ്മെ തന്നെ ഉത്തമയും പൂർണ്ണയുമായ മറിയത്തിന് നൽകിക്കൊണ്ട് മറിയം വഴി കൃപാവരത്തിലും മഹത്വത്തിലും ദൈവത്തെ പോലെ ആകാം. ക്രിസ്തുനാഥൻ്റെ പക്കലേക്ക് പോകുവാൻ നിങ്ങൾ ഒരു പുതിയ മാർഗം തുറന്നു എന്നിരിക്കട്ടെ. വിശുദ്ധരുടെ എല്ലാ യോഗ്യതകളും നിരത്തിയതും അവരുടെ വീരോചിതമായ സുകൃതങ്ങളാൽ അലങ്കൃതവും മാലാഖമാരുടെ പ്രഭ കൊണ്ട് ശോഭനവും സൗന്ദര്യം കൊണ്ട് രമ്യവുമായ ഒരു പാത. അതിൽ സഞ്ചരിക്കുന്നവരെ നയിക്കുവാനും രക്ഷിക്കുവാനും താങ്ങുവാനും അകമ്പടി സേവിക്കാനും എല്ലാ മാലാഖമാരും പുണ്യവാന്മാരും ആ വഴിയിലുണ്ടെന്നും കരുതുക. ഞാൻ 1000 പ്രാവശ്യം ആണയിട്ട് തർപ്പിച്ച് പറയുന്നു, അത്ര ഉത്തമമായ ആ മാർഗം ഉപേക്ഷിച്ച് മറിയത്തിൻ്റെ വിമല മാർഗം മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. അവൻ എൻ്റെ പാത നിരപ്പാക്കി. മാലിന്യമോ കറയോ ഇല്ലാത്തതാണ് ആ വഴി. ജന്മപാപമോ കർമ്മപാപമോ അതിനെ മലിനമാക്കിയിട്ടില്ല. അന്ധകാരമോ നിഴലോ അവിടെയില്ല. സ്നേഹരൂപനായ ഈശോ മഹത്വത്തോടെ ഭൂമിയെ ഭരിക്കുവാൻ വീണ്ടും വരുമ്പോൾ മറിയത്തിൻ്റെ മാർഗമേ തിരഞ്ഞെടുക്കൂ. അവളെയാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ആദ്യത്തെ വരവിന് അവിടുന്ന് തിരഞ്ഞെടുത്തത്. ആദ്യത്തെയും അവസാനത്തെയും വരവുകൾ തമ്മിൽ ഒന്നേയുള്ളൂ വ്യത്യാസം. ആദ്യത്തേത് രഹസ്യവും നിഗൂഢവുമായിരുന്നുവെങ്കിൽ അവസാനത്തേത് മഹത്വപൂർണവും ഉജ്ജ്വലപ്രഭാപൂരിതവും. രണ്ടും ഉത്തമമാണ്. എന്തുകൊണ്ടെന്നാൽ രണ്ടും മറിയം വഴിയാണ്. കണ്ടാലും തീർത്തും അജ്ഞാതമായ ഒരു രഹസ്യമാണിത്. ഇവിടെ എല്ലാ നാവും നിശബ്ദമായിരിക്കട്ടെ. സമഗ്ര വിമോചകനായ എൻ്റെ യേശുവേ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുന്ന എന്നെ അങ്ങ് രക്ഷിക്കണമേ. വിട്ടുമാറാത്ത എൻ്റെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പാപസന്തോഷങ്ങൾ ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത വിധം
രക്ഷയുടെ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലഹരി വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്ന് നിത്യമായി എന്നെ വിടുവിക്കണമേ. സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ലോകകാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയെ അറിയാനുള്ള ആഗ്രഹത്തിലേക്ക് എന്നെ വളർത്തണമേ. സാത്താന്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ വന്ന അവിടുന്ന് എന്നിലുള്ള പൈശാചിക ആധിപത്യം തകർക്കണമേ. ജീവിത പ്രതിസന്ധികളൊന്നും എന്നെ ദുഃഖത്തിലാഴ്ത്താതിരിക്കും വിധം അങ്ങയുടെ സമാധാനം എനിക്കു നൽകണമേ. എന്നെ സുഖപ്പെടുത്തേണ്ടതിന് ക്ഷതമേറ്റ യേശുവേ, അങ്ങേ മുറിവിനാൽ എൻ്റെ സകല രോഗങ്ങളും സുഖമാക്കണമേ. എനിക്ക് ലഭിച്ചിരിക്കുന്ന വരപ്രസാദ ജീവൻ ജീവിതകാലം മുഴുവൻ നിലനിർത്താനും അവസാനം നിത്യജീവൻ പ്രാപിക്കാനും എനിക്ക് കൃപയേകണമേ. പരിശുദ്ധ മറിയമേ, എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കി മാറ്റി എന്നിൽ രക്ഷ പൂർണ്ണമാകാൻ അമ്മ ഇടപെടണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും എല്ലാ മാലാഖ വൃന്ദങ്ങളുടെയും കാവലും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.